അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മളൊരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മളത് നൈസാക്കി നല്ല സിമ്പിളാക്കി അരിയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 ഉള്ളി കൊണ്ട് നമുക്ക് മിനിമം ഇപ്പോൾ ഒരു 20-22 നമുക്കൊരു റോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് സിമ്പിളായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്കിതിന് കോഴി ആവശ്യമുണ്ട്. നമ്മൾ ഒരു 250 കോഴി വാങ്ങിയിട്ടുണ്ട്. ഇത് ഒന്ന് കുക്കറിലിട്ട് ലേശം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വിസിലടിച്ചെടുത്തതാണ്. നമുക്ക് ഇതിന് ഉണ്ടാക്കാനായിട്ട് പിന്നെ വേണ്ടത് ഒരു 3 കോഴിമുട്ടയുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴിൻ്റെ എല്ലൊക്കെ ഒന്ന് കളയണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് മാറ്റി വെക്കുകയാണ്. നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് ഇതിലേക്ക് വേണ്ട കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. സവാള അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 5 പച്ചമുളകും 1 ഇഞ്ചിയുടെ കഷ്ണവും 1 വെളുത്തുള്ളി 1 ഉണ്ടയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതൊക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് തൊലിച്ച് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിനി പച്ചമുളകാണ് അരിയുന്നത്. അപ്പോൾ നമുക്കിത് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചില്ലി രൂപത്തിലാക്കി നമ്മളെ നൈസാക്കി നല്ലതിൽ കുറച്ചിങ്ങനെ ചില്ലി രൂപത്തിലാക്കി നമ്മൾ സിമ്പിളായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം തൊലിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില്ലിയും നമ്മുടെ മുളക് പിന്നെ നമ്മുടെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഇഞ്ചി അപ്പോൾ ഇത് നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്, ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത് നമ്മുടെ ചപ്പും പുതിനയും കരിവേപ്പിൻ്റെ ഇലയുമാണ്. ഇത് നമ്മളൊന്ന് കത്തി വെച്ച് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ നൈസാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ നമ്മളൊരു ചീൻചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ലേശം വെളിച്ചെണ്ണ ലേശം നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മുടെ സവാള നമ്മളൊന്ന് വാട്ടിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് സവാള ഇടുക. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇനി നമ്മുടെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുകയാണ്. നമ്മുടെ കുത്തമ്മിയിലിട്ട് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ആ ഒരു സവാള വാട്ടുന്നതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് ഇളക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചതക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഒന്ന് നന്നായി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് അതും അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വെളുത്തുള്ളിയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് നമ്മൾ ഇളക്കി തന്നെ കൊടുക്കണം. നല്ലോണം ഒന്ന് വാടി റെഡിയായി കിട്ടണം. എന്നാൽ നമ്മുടെ ഉണ്ടാക്കുന്ന സംഭവം നമ്മളെ റോളിന് നല്ല രസവും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ച് ചില്ലി രൂപത്തിലാക്കി ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബീഫ് നമുക്ക് ആ ഒരു എല്ലൊക്കെ മാറ്റി നമ്മൾ തൊലിച്ച് കൊടുക്കുകയാണ്. നമുക്ക് എല്ല് ഇതിലിടരുത്. നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ നമ്മൾ ആ എല്ല് ഒരിക്കലും കുടുങ്ങരുത്. നമുക്ക് എല്ല് വേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ല് ഒഴിവാക്കിയിട്ട് ആ ഇറച്ചി മാത്രമാണ് നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇറച്ചി നമ്മളൊന്ന് ചില്ലി രൂപത്തിലാക്കി നൈസാക്കി ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള വാട്ടുന്നതിൽ നമുക്ക് ലേശം ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് മല്ലി ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂൺ 3 സ്പൂണിൻ്റെ അടുത്ത് 2.5 സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയും നമ്മൾ നന്നായി നേരത്തെ ഇളക്കി വെക്കുന്നത് പോലെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം.
നന്നായിട്ട്. അപ്പോൾ ഇത് നല്ല പിടിച്ചാൽ നല്ല രസവും ഉണ്ടാകും നമുക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച നമ്മുടെ കരുവേപ്പിലയും മല്ലിച്ചപ്പും പുതിനയും നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതും നേരത്തെ നമ്മൾ ഇളക്കിയ പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഇതിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ലേശം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇനി ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഗരം മസാല നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ നേരത്തെ ഇളക്കിയ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച നമ്മുടെ ഇറച്ചി നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മളിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ നമ്മൾ സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ച ആ ഒരു 2 കോഴിമുട്ട 3 കോഴിമുട്ട കാണിച്ചിട്ടുണ്ട്. നമുക്ക് 2 കോഴിമുട്ട മതി. 2 കോഴിമുട്ട എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു മഞ്ഞ കളറുള്ള ഉണ്ണി ഭാഗം നമ്മൾ ഒഴിവാക്കുക. ആ ഒരു മഞ്ഞ കളറിൽ ഉണ്ണി എന്നൊക്കെ പറയും. ആ ഒരു സംഭവം നമ്മൾ ആ മഞ്ഞ കളറിലുള്ളത് തീരെ വേണ്ട, നമ്മളത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ വെള്ള കളറിൽ മാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ലേശം മൈദപ്പൊടി ഇടുക. ആ 2 വെള്ള കളറിൽ മാത്രം, നമുക്ക് ആ മഞ്ഞ കളറിൽ ആവശ്യമില്ല, അത് നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മിക്സിയിലേക്ക് മൈദപ്പൊടി ഇടുക. ലേശം ആ കോഴിമുട്ട നമ്മൾ എടുത്ത് വെച്ച വെള്ള കളറിൽ മാത്രം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ ഇതേപോലുള്ള മാവ് നമുക്ക് കിട്ടും. നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഒരു അടിപൊളി ദോശ തന്നെ ചുടാം. അപ്പോൾ നമ്മുടെ ദോശൻ്റെ പണിയൊക്കെ ഏകദേശം നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ തീന് വെച്ചിരുന്ന് നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോട് കൂടി തന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ ഇതിൽ നിറച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ചൂടോട് കൂടി നിറച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ഒട്ടൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ സിമ്പിളായിട്ട് തന്നെ വേഗം ഇതാക്കുക. എന്നിട്ട് നമ്മൾ അതിൽ നിറച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിക്കുക. ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ദോശ ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ നിറയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ചൂടോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ തീനൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തീന് ഇതിലേക്ക് എന്ത് ചെയ്യുക, അങ്ങനെ ആദ്യം കുറച്ച് നമ്മൾ തീന ഇടുക. നമുക്ക് വേണ്ടത്ര കുറച്ച് തീന ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 ഭാഗം, ഒരു ഭാഗം നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ നിങ്ങൾ ആ ഒരു ഭാഗം എടുക്കുക. എന്നിട്ട് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് മുന്നോട്ടൊന്ന് ആ ഒരു ഫസ്റ്റ് ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സിമ്പിളായിട്ടൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്കിതാ നിങ്ങൾക്ക് വീഡിയോ കാണാൻ നല്ല ഫിനിഷിങ് ആക്കി വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്തൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പൊരിക്കാനാണ്. അപ്പോൾ അതൊന്ന് ചൂടാൻ വെച്ചതാണ്. അതിൻ്റെ മുന്നേ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോഴിമുട്ട പൊട്ടിച്ചിടുക. എന്നിട്ട് ആ ഒരു മഞ്ഞ കളറിലെ ഉണ്ണി എടുക്കുക. എന്നിട്ട് ആ ഒരു മഞ്ഞ കളറിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ആ വെള്ള കളറിലുള്ള ആ സംഭവം മാത്രം മതി. മഞ്ഞ കളറിൽ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ നമ്മൾ വേറൊരു കോഴിമുട്ടയും പാടി എടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ട വേണം. ഇതേപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ അതും അതിൽ പൊട്ടിച്ചിടാം. എന്നിട്ട് നന്നായി നമ്മളിതൊന്ന് ഇളക്കണം. അതിൻ്റെ മുന്നേ നമ്മൾ ആ ഒരു മഞ്ഞ കളറിൽ ഇതിൽ നിന്ന് ഒഴിവാക്കണം. നമുക്ക് ആ വെള്ള കളറിലെ ആ ഒരു സംഭവം മാത്രം മതി.
ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ള കളറുള്ള ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലോണം ഒന്ന് കഴിയുന്ന അത്ര നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച ഇതിലേക്ക് നമ്മൾ ഒന്ന് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് പൊരിക്കാനാണ്, റോളെടുത്ത് പൊരിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളെ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റസ്ക് പൊടിയാണ്. നമുക്ക് ഈ റസ്ക് പൊടി നമ്മൾ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ റോള് ഇതിൽ ആക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ആക്കിയിട്ടാണ് നമ്മൾ ഇത് പൊരിക്കാനെടുക്കുക. നമുക്ക് അതിലൊന്ന് ഫുള്ളാക്കിയിട്ട് നമ്മുടെ റോളാക്കിയിട്ട് നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഇങ്ങനെ പൊരിക്കാനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ഈ പൊടി നല്ലോണം നമുക്ക് റോളിൻ്റെ മുകളിൽ ഫുള്ളാവണം, എന്നിട്ടേ നമുക്ക് ഇത് പൊരിക്കാൻ പറ്റുള്ളൂ. ഈ പൊടിക്കനുസരിച്ച് നല്ല ടേസ്റ്റും നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്കിത് നന്നായി പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ആദ്യം ആ ഒരു ചിക്കൻ റോൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ ആ ഒരു വെള്ള കളറാക്കി വെച്ച കോഴിമുട്ടയിൽ നമ്മൾ മുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കടലപ്പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. എന്നാലേ ഇത് പൊരിഞ്ഞ് വരുള്ളൂ. ഇതേപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ അടിഭാഗം ചൂട് പിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി ആ ഒരു കടലപ്പൊടിയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ റോൾ തന്നെയാണ് ഇതാവുന്നത്. അപ്പോൾ നമ്മുടെ കടലപ്പൊടി കല്ലം പിടിച്ചിട്ടുണ്ട്, നിങ്ങളിവിടെ കാണാവുന്നതാണ്. നല്ലതിൽ പിടിച്ച് വരുന്നുണ്ട്. നമുക്കിത് ഇടയ്ക്കൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ റമദാൻ മാസത്തിലൊക്കെ നോമ്പ് തുറക്കൊക്കെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് വീട്ടിൽ വിരുന്നാരൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവം കൂടിയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ആ ഒരു 10-15 മിനിറ്റിൻ്റെ സംഭവങ്ങളേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സംഭവം തന്നെയാണ്. ഇത് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് ചിക്കൻ റോള്. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കൾക്ക്, കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടിയായിരിക്കും ചിക്കൻ റോള്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ നന്നായി ഒന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, വേറൊരു ഇതിലേക്ക് ആക്കാം, നമുക്ക് എടുക്കാം. നമ്മൾ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ലേശം നേരം ഇങ്ങനത്തെ ഒരു കയ്യിലൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പിടിച്ചു കൊടുക്കണം കുറച്ച് നേരം. നമുക്ക് ആ ഒരു മെയ്ക്കൊക്കെ ഇതൊന്ന് ഉറ്റി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മളിത് എന്ത് ചെയ്യുക, ഒന്ന് പിടിച്ച് നിൽക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇടും. നിങ്ങൾ കാണാം നമ്മൾ ആ കടലപ്പൊടിയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. അടിപൊളി ചിക്കൻ റോൾ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിന്ന് നോക്കുമ്പോൾ കാണാം അടിപൊളിയായിട്ട് ചിക്കൻ റോൾ വന്നിട്ടുണ്ട്. നമ്മളെ കടലപ്പൊടിയൊക്കെ ഉഷാറാക്കി പിടിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല റൗണ്ടിലൊക്കെ നല്ല ഷേപ്പിൽ തന്നെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചിക്കൻ റോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ കുറച്ച് നേരം നമ്മൾ ഇതേപോലുള്ള വീട്ടിലുള്ള കയ്യിലുണ്ടായാലും നമ്മൾ ആ ഒരു കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. എന്നാലേ ഉള്ളൂ അതിലത്തെ മെയ്ക്കൊക്കെ നന്നായി ഒന്ന് പോയതിന് ശേഷമേ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്.